ഹായ് ഓൾ വെൽക്കം ടു SCERT സമഗ്ര. ഇന്നത്തെ ടോപ്പിക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ ഫസ്റ്റിലെ ഒരു പ്രതിമയുടെ ചിത്രം കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് പാങ്ങോട്ടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിൻ്റെ പ്രതിമയാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. യൂറോപ്യരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയരുമായിട്ടുള്ള ആദ്യകാല സംഘർഷങ്ങളും മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തു. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്. യൂറോപ്യരുടെ ആഗമനകാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിനും കീഴിലുമാണ് നിലനിന്നിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കൃതിയിലെ വരികളാണ്. ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ. ഇത് പി കുഞ്ഞിരാമൻ നായരുടെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതിയിലുള്ള വാക്കുകളാണ്. പി കുഞ്ഞിരാമൻ നായർ പുരളിമലയിലെ പൂമരങ്ങൾ. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കി. മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതിന് കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മനെയാണ് ഏൽപ്പിച്ചത്. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. 1741 കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? അത് പാങ്ങോട് സൈനിക ക്യാമ്പിലാണ്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ് മേൽക്കൈ ലഭിച്ചത്. മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കൃതി ഏതാണ്? പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതി ആരുടേതാണ്? പി കുഞ്ഞിരാമൻ നായർ എഴുതിയതാണ് പുരളിമലയിലെ പൂമരങ്ങൾ. ആരെ കുറിച്ചുള്ള കൃതിയാണിത്? പഴശ്ശിരാജയെ കുറിച്ചുള്ളതാണ് പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതിയിലും. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്ന കേരളവർമ്മ പഴശ്ശിരാജ. മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതിന് കാരണമായ ഉടമ്പടി എന്താ? മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതിന് കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. കോട്ടയത്ത് നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരുടെ വിധേയത്വം പുലർത്തിയിരുന്ന ആർക്ക് നൽകിയിരുന്നത്? പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയാണ് ഏൽപ്പിച്ചത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെ നോക്കാം. താവളം വയനാട്ടിലേക്ക് മാറ്റി. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങളാണ് താവളം വയനാട്ടിലേക്ക് മാറ്റി. തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. താവളം വയനാട്ടിലേക്ക് മാറ്റി തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. ഒളിപ്പോർ നടത്തി, ഗറില്ല വാർഫെയർ നടത്തി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങളാണ് താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്ത് ഒളിപ്പോർ നടത്തി. ഇനി പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകിയവർ ആരൊക്കെയായിരുന്നു? പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകിയവരാണ് തലക്കൽ ചന്തു, കുറിച്യ നായകനായിട്ടുള്ള തലക്കൽ ചന്തു. നായർ പടയെ നയിച്ചത് എടച്ചേന കുങ്കൻ, പിന്നെ കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എം എൻ. പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകിയവരാണ് തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു,
കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ. തലക്കൽ ചന്തുവാണ് കുറിച്യ നായകന്. എടച്ചേന കുങ്കനാണ് നായർ പടയെ നയിച്ചത്. കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മനാണ്. പള്ളൂർ എമ്മൻ. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്നും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. പഴശ്ശിരാജക്കെതിരെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ബഹുവിധ നടപടികളാണ് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. അപ്പോൾ പഴശ്ശിരാജക്കെതിരെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ബഹുവിധ നടപടികൾ എന്തൊക്കെയായിരുന്നു? തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. അപ്പോൾ പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടിരുന്നു. പിടിച്ചു കൊടുത്താൽ മുഴുവൻ പഗോഡയും കിട്ടും, വിവരം നൽകിയാൽ പകുതി കിട്ടും. പഗോഡ എന്നത് അന്നത്തെ വിനിമയ നാണയമാണ്. ഇപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് 3000 ആണ്. വീരവർമ്മ രാജാവാണെങ്കിൽ 1000, രവിവർമ്മ രാജാവിന് 1000 പഗോഡ, പള്ളൂർ എമ്മന് 1000, പള്ളൂർ എമ്മന് 1000, പള്ളൂർ രയരപ്പന് 300, എടച്ചേന കുങ്കന് 1000. അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് 3000 പഗോഡയാണ്. വീരവർമ്മ രാജാവിനോ രവിവർമ്മ രാജാവിനോ പള്ളൂർ എമ്മനോ 1000 പഗോഡകൾ വീതമാണ്. പള്ളൂർ രയരപ്പനാണെങ്കിൽ 300, എടച്ചേന കുങ്കനാണെങ്കിൽ 1000. പഗോഡ എന്നത് അന്നത്തെ വിനിമയ നാണയമാണ്. അവലംബം ഡോക്ടർ KKN കുറുപ്പ്, പഴശ്ശി സമരങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് ശ്രീരംഗപട്ടണ ഉടമ്പടിയെ കുറിച്ചാണ്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18-ന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായി ഉണ്ടായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18-ന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ, കൂർഗ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പഴശ്ശിരാജയെക്കുറിച്ചാണ്. കമ്പനി ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകനെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ 30-ന് വയനാട്ടിലെ മാവിലന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോട് ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകനെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. വയനാട്ടിലെ മാവിലന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ വീരമൃത്യു വരിച്ച ഡേറ്റാണ് 1805 നവംബർ 30. 1805 നവംബർ 30 PYQ ആണ്. PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പഴശ്ശിരാജ വീരമൃത്യു വരിച്ച ഡേറ്റ് എന്താണെന്ന് 1805 നവംബർ 30-നാണ്. നെക്സ്റ്റ് ആണ് പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളുടെ മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെ കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണ് നെക്സ്റ്റ് പറയുന്നത്. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യ നിലവിലുള്ള നാടുവാഴികളിൽ ഒരു അളന്ന നിലയിൽ നിലംപതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തനായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. ആരുടെ വാക്കുകളാണ്? പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളുടെ മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെ കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണിത്. 1805 ഡിസംബർ 31-ന്. അപ്പോൾ പഴശ്ശിരാജയുടെ കമ്പനി ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ വേണ്ടിയിട്ട് ആരോ വന്നത്? തലശ്ശേരിയിലെ സബ് കളക്ടറായ തോമസ് ഹാർവേ ബാബറാണ്. പഴശ്ശിയുടെ സേനാനായകനെ വധിച്ചു താവളങ്ങൾ കണ്ടെത്തി പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. വയനാട്ടിലെ മാവിലാന്തോട് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് വീരമൃത്യു വരിച്ചത്? വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്. 1805 നവംബർ 30-നാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വേലുത്തമ്പി ദളവയെക്കുറിച്ച്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ.
തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തത് 1805-ലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തത് 1805-ലാണ്. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിന് ഇടയാക്കി. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ചനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ചനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. 1809 ജനുവരി 11 തിരുവിതാംകൂറിൽ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരുടെ പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ചൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് ദളവക്ക് തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയും ചെയ്തു. അപ്പോൾ തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ചിട്ട് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഡേറ്റ് എന്നാണ് 1809 ജനുവരി 11-നാണ്. ഈ വിളംബരം അറിയപ്പെടുന്ന എന്ത് പേരില? കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരത്തിൻ്റെ വർഷമാണ് 1809 ജനുവരി 11-നാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തത് 1805-ലാണ്. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ചനും തമ്മിലായിരുന്ന രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാനും വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഡേറ്റാണ് 1809 ജനുവരി 11. ഈ വിളംബരം അറിയപ്പെടുന്ന പേരാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്നത് കൊല്ലവർഷം 948-ആണ്. കൊല്ലവർഷം 948-ആണ് കുണ്ടറ വിളംബരം നടന്നത്. കൊല്ലവർഷം 948 മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന ഡേറ്റ് എന്നാണ് കൊല്ലവർഷം 948 മകരം 1. 948 മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കുണ്ടറ വിളംബരം. കൊച്ചിയും പാലിയത്തച്ചനും. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ തിരുവിതാംകൂറുമായിട്ട് രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. എന്തൊക്കെ സാഹചര്യങ്ങളിലായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചതെന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ചൻ എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ചൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് പാലിയത്തച്ചൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തുനിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാടുകടത്തി. പാലിയത്തച്ചൻ എന്നത് കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ചൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ചന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ്
പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനവും വഹിച്ചു പോന്നു. അപ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രി ആയിരുന്നതായിരുന്നു? കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്തച്ഛനാണ്. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളാണ് ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്, പിന്നെ പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയത്. ഇതൊക്കെയാണ് പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ. ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്, പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതാണ്. തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി എന്നിവ ചേർന്നാണ് പാലിയത്തച്ഛന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാടുകടത്തിയത്? മദിരാശിയിലേക്കാണ്. പാലിയത്തച്ഛനെ മദിരാശിയിലേക്കാണ് നാടുകടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കുറിച്യർ കലാപം. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്ര ജനതയാണ് ഈ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് നമുക്ക് പരിശോധിക്കാം. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പ്രരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് കണ്ടത്. എന്തൊക്കെ നടപടികളിലാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്ന് നോക്കും. ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. അപ്പോൾ കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികളാണ് ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു, പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല, നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. കുറിച്യ കലാപം ആരംഭിച്ചത് 1812 കുറിച്യ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഗോത്രജനത പോരാടി. കുറിച്യരുടെ നേതാവായിരുന്നത് രാമനമ്പി അഥവാ രാമമൂപ്പനാണ്. രാമമൂപ്പനാണ് കുറിച്യരുടെ നേതാവ്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അപ്പോൾ വയനാട്ടിലെ പ്രധാന ഗോത്രവിഭാഗക്കാരായിരുന്നു കുറിച്യരും കുറുമ്പ്രരും കുറിച്യരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് കണ്ടത്. കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയായിരുന്നു? ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു, പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല, നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. കുറിച്യർ കലാപം ആരംഭിച്ചത് ഏത് വർഷമായിരുന്നു? 1812. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. കുറിച്യരുടെ നേതാവാരാണ്? രാമൻ നമ്പി അഥവാ രാമൻ മൂപ്പനാണ്. ഓക്കെ, കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. നെക്സ്റ്റ് പറയുന്നത് മലബാറിലെ കലാപങ്ങൾ. ഓക്കെ, കുറിച്യർ കലാപം കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. മലബാറിലെ കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിലെ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. CA ഇന്നസ് മലബാർ ഗസ്റ്റിയർ വാല്യൂം 11 1951. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമണവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിളിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്നാണ് തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആരാണ്? അത് വില്യം ലോഗൻ.
ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും ഈ കലാപങ്ങളെ വിശേഷിപ്പിച്ചത് മാപ്പിള ലഹള എന്നാണ് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് പറയുന്നത് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ചെറുത്തുനിൽപ്പുകൾ, അവ നടന്ന പ്രദേശം, സാഹചര്യം. അപ്പോൾ കോട്ടയം വയനാട് പ്രദേശങ്ങളിൽ നടന്ന ചെറുത്തുനിൽപ്പുകളാണ് ഏതാ? പഴശ്ശി കലാപമാണ്. കോട്ടയം വയനാട് മേഖലയിൽ നടന്ന ചെറുത്തുനിൽപ്പാണ് പഴശ്ശി കലാപം. ഇതിനുണ്ടായ സാഹചര്യം എന്താ? കോട്ടയം സാഹചര്യം എന്താണ്? കോട്ടയം രാജ്യത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ നിഷേധിച്ചതാണ് ഇതിനുണ്ടായ സാഹചര്യം. ചെറുത്തുനിൽപ്പിനുണ്ടായ സാഹചര്യം കോട്ടയം രാജ്യത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ നിഷേധിച്ചതാണ്. രണ്ടാമതാണ് കൊച്ചി. കൊച്ചിയിലെ ചെറുത്തുനിൽപ്പ് പേരാണ് പാലിയത്തച്ഛനാണ് നടത്തിയത്. കോളം മാറിപ്പോയതാണ്. രണ്ടാമത്തെ കോളത്തിൽ ആഭ്യന്തര കാര്യങ്ങളിലെ ബ്രിട്ടീഷ് ഇടപെടൽ നടന്നത് തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ്. ആഭ്യന്തര കാര്യങ്ങളിലെ ബ്രിട്ടീഷ് ഇടപെടൽ നടന്നത് തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ്. അത് ചെറുത്തുനിൽപ്പ് നടത്തിയത് ദളവയാണ്. വേലുത്തമ്പി ദളവ നടത്തിയ ചെറുത്തുനിൽപ്പാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഇടപെടൽ. മൂന്നാമത്തെ കോളത്തിൽ കൊച്ചിയിൽ ചെറുത്തുനിൽപ്പ് നടത്തിയത് പാലിയത്തച്ഛൻ. ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഇടപെടൽ നടത്തിയതാണ് ഇതിന് കാരണം. സാഹചര്യം ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഇടപെടൽ നടത്തിയതാണ്. നെക്സ്റ്റ് കോളമാണ് കുറിച്യർ കലാപം നടന്നത് വയനാട്ടിലാണ്. കുറിച്യർ കലാപം നടന്ന പ്രദേശം വയനാട്ടിലാണ്. അതിൽ ബ്രിട്ടീഷുകാർ ഗോത്രവർഗ്ഗക്കാരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തതും കൃഷിയിൽ ഇടപെട്ടതുമാണ് അതിന് കാരണമായത്. ബ്രിട്ടീഷുകാർ ഗോത്രവർഗ്ഗക്കാരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തതും കൃഷിയിൽ ഇടപെട്ടതുമാണ് അതിനുണ്ടായ സാഹചര്യം. ലാസ്റ്റ് ഒന്നാണ് നികുതി വർധനവും കുടിയൊഴിപ്പിക്കലും. അത് നടന്ന പ്രദേശം മലബാറിലാണ്. ചെറുത്തുനിൽപ്പുകൾ മാപ്പിള ലഹള എന്നറിയപ്പെടുന്നു. മാപ്പിള ലഹളയാണ് നടന്ന പ്രദേശം മലബാറാണ്. നികുതി വർധനവും കുടിയൊഴിപ്പിക്കലും ജസ്റ്റ് ബ്രീഫായിട്ട് കൊടുത്തതാണ്. നെക്സ്റ്റ് പറയുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ. പണ്ഡിറ്റ് KP കറുപ്പൻ. ജാതിക്കുമ്മിലെ വരികളാണിത്. മുകളിൽ കൊടുത്ത വരികൾ ശ്രദ്ധിച്ചല്ലോ. ഇവയിൽ നിന്ന് എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥയെ പ്രതിപാദിക്കുന്ന വരികളാണിവ. 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥയാണിത്. 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹികാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ നിലനിന്നിരുന്ന സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണ്ണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു വ്യക്തി ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് വ്യക്തിയുടെ സാമൂഹിക പദവി നിർണ്ണയിച്ചിരുന്നത്. ജാതി വിവേചനത്തിന്റെ ഭാഗമായിട്ട് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക്, പന്തിഭോജന വിലക്ക് തുടങ്ങിയ ധാരാളം സാമൂഹിക തിന്മകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. ജാതി വിവേചനത്തിന്റെ ഭാഗമായിട്ട് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക്, പന്തിഭോജന വിലക്ക് തുടങ്ങിയ ധാരാളം സാമൂഹിക തിന്മകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. സമൂഹത്തിലുണ്ടായിരുന്ന യുക്തിരഹിതമായ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയവരാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും നവോത്ഥാന ചിന്തയുമെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകി. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും നവോത്ഥാന ചിന്തയുമെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകി. നെക്സ്റ്റ് പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളുമാണ്. ഫസ്റ്റ് പറയുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നെക്സ്റ്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു.
അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായിട്ട് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ് ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി. പൽപ്പു, ടി. കെ. മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. നെക്സ്റ്റ് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. ചട്ടമ്പി സ്വാമികൾ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നെക്സ്റ്റ് ആണ് പൊയ്കൽ യോഹന്നാന്. ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷ ദൈവസഭയാണ്. വി. ടി. ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ് വി. ടി. ഭട്ടതിരിപ്പാട്. സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് വി. ടി. ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ എന്നത് വി. ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. നെക്സ്റ്റ് പറയുന്നത് അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. അദ്ദേഹത്തിന് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. നെക്സ്റ്റ് ആണ് മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിച്ചതാണ് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റി. പണ്ഡിറ്റ് KP കറുപ്പൻ. കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. പ്രസ്ഥാനം അരയ സമാജം. അരയ സമാജം സ്ഥാപിച്ചതാണ് പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രസ്ഥാനമാണ് അരയ സമാജം. യുക്തിയിലധിഷ്ഠിതമായ വിമർശന ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അതായിരുന്നു വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് യുക്തിയിലധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ജസ്റ്റ് ഷോർട്ടായി പറയാം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആയിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിരുന്ന അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായിട്ട് അനാഥാലയങ്ങൾ, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ചട്ടമ്പി സ്വാമികളാണ്. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെ എതിർത്ത് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിരുന്ന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ പ്രസ്ഥാനം സ്ഥാപിച്ചതാര? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചതോ? അത് പൊയ്കൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി. ടി. ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദന്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ് അരയ സമാജം. മന്നത്ത് പത്മനാഭൻ്റെയാണ് നായർ സർവീസ് സൊസൈറ്റി. അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സ്ഥാപിച്ചതാണ്. പിന്നെ ഇവരെ കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധന്, പാർവതി നെന്മണിമംഗലം, ആര്യപ്പള്ളം, കാളിക്കുട്ടി, ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ആരൊക്കെയാണ്? ഒന്നുകൂടി പറയാം. ദാക്ഷായണി വേലായുധന്, പാർവതി നെന്മണിമംഗലം, ആര്യപ്പള്ളം, കാളിക്കുട്ടി, ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും കാരണമായി. സാമൂഹിക നീതിയിലധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുവാനും
കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നെക്സ്റ്റ് സെക്ഷനായിട്ട് ചെയ്യാം. താങ്ക് യു.